സങ്കീർത്തനങ്ങൾ 136-23 വാക്യം. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവനെ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. നല്ലവനും ദയയുമുള്ളവൻ, അവിടുത്തെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു. ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കുന്നവൻ, നമ്മുടെ പ്രാണനെ പാതാളത്തിന്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നവൻ, തന്റെ ഭക്തനായ ഏലിയാവിനു വേണ്ടി കരുതിയ ദൈവം. കേരിത്തുതോട്ടിലെ വെള്ളം വറ്റിയപ്പോൾ, കാക്കയുടെ വരവ് നിന്നപ്പോൾ, സാരഭാത്തിൽ വിധവയോട് കൽപ്പിച്ച ദൈവം, നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തൻ. നീതിമാനെ പരിച കൊണ്ടെന്ന പോലെ ദയ കൊണ്ട് മറയ്ക്കുന്നവൻ. പത്രോസിന്റെ അധ്വാനത്തിൽ ഒരു രാത്രി ഒന്നും ലഭിക്കാതെ ഇരുന്നപ്പോൾ പത്രോസിന്റെ ശൂന്യതയെ കണ്ട ദൈവം അന്ന് പടക് നിറച്ചു. അത്ഭുതങ്ങൾ കണ്ട പത്രോസ് സകലവും വിട്ട് കർത്താവിനെ അനുഗമിക്കുന്നു. സങ്കീർത്തനം 103:11 ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. പുറകോട്ട് നോക്കുമ്പോൾ ഇതുവരെ എത്തിയത് ദൈവത്തിന്റെ ദയയല്ലേ? അന്ധകാരത്തിൽ കിടന്ന നമ്മെ അവൻ വിളിച്ചിറക്കിയില്ലേ? ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ഇനി എഴുന്നേൽക്കില്ല, പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ മുക്കിക്കളയുവാൻ നിന്നപ്പോൾ ഉള്ളിൽ പ്രത്യാശ നിറച്ചില്ലേ? ഞാൻ നിന്റെ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട, എന്റെ കരം നിന്നെ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞവൻ ഇന്നും ആയുസ്സോടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ ദയയത്രേ. നമ്മുടെ കണ്ണുനീര് കാണുവാൻ, നമ്മുടെ തകർച്ച കാണുവാൻ പലരും ആഗ്രഹിച്ചപ്പോൾ ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചില്ലേ? അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് നമുക്ക് പറയാം. കഷ്ടകാലത്ത് മറഞ്ഞിരിക്കുന്നവനല്ല. യഹോവയോട് നിലവിളിക്കാം. സകല കഷ്ടങ്ങളിൽ അവൻ നമ്മെ വിടുവിക്കട്ടെ. എല്ലാവരെയും ദൈവിക സമാധാനത്താൽ അവൻ നിറയ്ക്കുമാറാകട്ടെ. ആമേൻ.